പ്രിയമുള്ള രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, പ്രത്യേകിച്ച് രക്ഷിതാക്കളെ ശ്രദ്ധിക്കുക. നാളെ 2ാം ക്ലാസ്സിന് ദുറൂസാണ് വിഷയം. ചെറിയ നിലക്കുള്ള ഒരു ചെറിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും ചെറിയ നിലക്കുള്ള ഒരു റിവിഷനുമാണ് ഉദ്ദേശിക്കുന്നത്. ഉത്തരം എഴുതാനുള്ള രൂപങ്ങളൊക്കെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനും, അതുപോലെ തന്നെ മക്കൾ ആരെങ്കിലുമൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ മക്കളെ നല്ല ഉഷാറായിട്ട് ക്ലാസ് കേൾക്കുക, മനസ്സിലാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നല്ല ഉഷാറായിട്ട് തന്നെ നാളെ പരീക്ഷയ്ക്ക് പോയി എഴുതാൻ നമുക്ക് കഴിയൂലേ? ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സാധാരണ വരാറുള്ള ചോദ്യങ്ങൾ, ഒന്ന് ബ്രാക്കറ്റിൽ നിന്ന് എടുത്തെഴുതാൻ മുകളിൽ കൊടുത്തിട്ടുണ്ടാവും ഉത്തരം, അല്ലെങ്കിൽ ബോക്സിലൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ഇവിടെ യോജിപ്പിക്കാനുള്ളതാണ്, ഇവിടെ ബോക്സിലാണ് കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം ഒന്ന് നോക്കി. നാം സ്വതക്ക നൽകുമ്പോൾ പറയണം. ഉത്തരം ഇവിടെ ബോക്സിലുണ്ട്. ഏതാണ് ശരിയെങ്കിൽ ശരി അവിടെ എടുത്തെഴുതുക. ഒന്ന് ഉറക്കം, സലാം വ്യാപിപ്പിക്കൽ, അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം, അബ്ദുല്ലാഹ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതാണ് കൊടുത്തിട്ടുള്ളത്. നാം സ്വതക്ക നൽകുമ്പോൾ പറയണം. എന്താ പറയേണ്ടത്? ആ ബോക്സിൽ നിന്നും നോക്കി. സ്വതക്ക നൽകുമ്പോൾ എന്താ പറയേണ്ടത്? നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും കൊടുക്കുമ്പോൾ എന്താ പറയേണ്ടത്? അതിലുള്ള എന്താ, ഉറക്കാണോ? അല്ല. സലാമാണോ? അല്ല. അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം, അബ്ദുല്ലാ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൊടുക്കുമ്പോൾ ബിസ്മി ചൊല്ലണം. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് അവിടെ ഒന്നാമത് എഴുതി കൊടുക്കണം. ഇങ്ങനെ ഓരോന്നായിട്ട് എന്ത് ചെയ്യണം? ഓരോ ചോദ്യങ്ങൾ വായിക്കുമ്പോൾ ഉമ്മാക്ക് മക്കള് പറഞ്ഞു കൊടുക്കണം. ഉമ്മ ചോദിക്കും, നിങ്ങൾ എന്ത് ചെയ്യുക, പറഞ്ഞു കൊടുക്കണം കേട്ടോ മക്കളെ, ഇൻഷാ അല്ലാഹ്. എന്നിട്ട് എന്ത് ചെയ്യണം? നാളെ പരീക്ഷയ്ക്ക് എഴുതണം. അതിനാണ് ഇപ്പോൾ ഈ പറയുന്നത്. നാളെ എന്താണ്? വ്യാഴാഴ്ച. ഇതിലെ പരസ്പരം സ്നേഹമുണ്ടാകുന്ന കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഉറക്കാണോ? ഉറങ്ങിയാൽ പരസ്പര സ്നേഹം ഉണ്ടാകുമോ? അങ്ങനെ ഓരോ നോക്ക്. സലാം വ്യാപിപ്പിക്കൽ, അതന്നെ ഉത്തരം അല്ലേ. സലാം വ്യാപിപ്പിക്കൽ എന്നാണ്. സലാം ഇങ്ങനെ നീ എല്ലാവരോടും ഇങ്ങനെ സലാം പറയുകയാണെങ്കിൽ എന്ത് ചെയ്യും? അത് കാരണമായിട്ട് പരസ്പരം സ്നേഹമുണ്ടാകും. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കി. സലാം പറയൽ എങ്ങനെ? വഅലൈക്കും അസ്സലാം എന്നാണോ? അല്ല, അസ്സലാമു അലൈക്കും. ഒക്കെ ഇതിന് ഇപ്പൊ രണ്ടാമത്തും മൂന്നാമത്തും നേരെയാണ് വന്നിട്ടുള്ളത്. സലാം മടക്കൽ എങ്ങനെയാണ്? വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. അപ്പൊ അത് നേരെ എടുത്ത് ചെയ്ത അല്ലെ, അതിന് നേരെ ചെയ്ത സലാം മടക്കൽ എന്നതിന്റെ നേരെ ചെയ്ത. നബിയുടെ ഉപ്പയുടെ പേര് അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു അല്ലെ, അബ്ദുല്ലാഹ് എന്ന് അവിടെ എഴുതി കൊടുക്കണം. ഉപ്പയുടെ പേരിന് നേരെ. അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ് അതേതാ? ഉറക്കം അല്ലേ. അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ് ഉറക്കം. അതൊക്കെ എന്ത് ചെയ്യണം? അവിടെ എഴുതി കൊടുക്കണം. ഓരോന്ന് നേരിട്ട് നേരെ എന്ത് ചെയ്യണം? ആ ചോദ്യത്തിന്റെ നേരെ ഉത്തര ബോക്സിൽ നിന്ന് എടുത്ത് എഴുതി കൊടുക്കണം. ഇനി ബിസ്മി ചൊല്ലേണ്ട സന്ദർഭങ്ങൾ എപ്പോഴാണ് അല്ലേ? ബിസ്മി എപ്പോഴൊക്കെ ചൊല്ലല് നമുക്ക് അറിയാം. ഒന്ന് തിന്നുമ്പോൾ, പിന്നൊന്ന് കുടിക്കുമ്പോൾ, പിന്നൊന്ന് ഉറങ്ങുമ്പോൾ, ഉണരുമ്പോൾ, ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, പഠിക്കുമ്പോൾ, ഇങ്ങനെയൊക്കെ തുടങ്ങിയ ഓരോന്ന് എഴുതിക്കൊണ്ട് 2 എഴുതിയാൽ മതി. 2 വീതം എഴുതാനുള്ളതാണ്. നേരത്തെ ഉറങ്ങിയാലുള്ള ഗുണങ്ങൾ എന്തൊക്കെ? ബുദ്ധി കൂടും അല്ലേ. നേരത്തെ ഉണരാം. നേരത്തെ ഉറങ്ങിയാൽ ആ ബോക്സ് പാഠത്തിലുള്ള ബോക്സുകളൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ ഓർമ്മയുണ്ടാകും. നല്ല എളുപ്പമുള്ളത് പെട്ടെന്ന് നോക്കിയിട്ടാണ് എഴുതിയാൽ മതി. നേരത്തെ ഉറങ്ങിയാൽ നേരത്തെ ഉണരാം. ഇത് അപ്പോൾ നേരത്തെ അവിടെ ഉണ്ട്. നേരത്തെ ഉറങ്ങിയാൽ എന്നുള്ളടത്ത് കണ്ടിയ നേരത്തെ, അത് ആദ്യം അവിടെ എഴുതി കൊടുക്കുക. നേരത്തെ. ഇനി ഉണരാം. അറിയുന്ന അക്ഷരം വെച്ച് എഴുതണം. ഇനി ഒരക്ഷരം അഥവാ ഒരക്ഷരം അറിയില്ലെങ്കിൽ അത് ഒഴിച്ചിടാൻ പാടില്ല, അവിടെ വരച്ചിട്ടേക്കാൻ പാടില്ല. അങ്ങനെ ഉണ്ട്. ചെറിയ മക്കള് നമ്മളെ വോയിസ് കേൾക്കുന്ന കുട്ടികൾ ആരും തന്നെ എന്ത് ചെയ്യരുത്, അവിടെ വരച്ചിടരുത് കേട്ടോ. അറിയാത്ത സ്ഥലത്ത് ചില കുട്ടികളുടെ അവിടെ പിന്നെ ഒരു വര വരച്ചേക്കും. എന്നാൽ പിന്നെ എഴുതണ്ടല്ലേ, നല്ല എളുപ്പമുണ്ട്. അങ്ങനെ വരച്ചിടരുത്. ഉത്തരം അറിയും, പക്ഷേ ചില കുട്ടികൾക്ക് അങ്ങനെ ഉണ്ട്. ചില കുട്ടികൾ എഴുതും, ചില കുട്ടികൾക്ക് ഓരോ അക്ഷരം വെച്ചുകൊണ്ട് എഴുതും. അപ്പം അങ്ങനെയുള്ള കുട്ടികൾ എന്ത് ചെയ്യാം? നേരത്തെ
ഉ ന അറിയില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുക? ഉന ഉനരാം അല്ലേ? അപ്പോഴും കുറേയൊക്കെ ശരിയാവും. അങ്ങനെ ഓരോന്ന് എന്ത് ചെയ്യണം? ഇനി ഒരക്ഷരം അറിയില്ല എങ്കിൽ അവിടെ ആ അക്ഷരം ഒഴിവാക്കിയിട്ട് അടുത്ത അക്ഷരം നോക്കിയിട്ട് ഇങ്ങനെ ഓരോന്ന് എഴുതി കൊടുക്കണം. അപ്പോൾ നമുക്ക് എഴുതി ഒരു ശീലം ഉണ്ടാവുള്ളൂ കേട്ടോ. ഇൻഷാ അല്ലാഹ്. നേരത്തെ ഉറങ്ങിയാൽ നേരത്തെ ഉറങ്ങാം. പിന്നെയോ ബുദ്ധി കൂടും അല്ലേ? പഠനത്തിൽ ശ്രദ്ധ കൂടും. ഇങ്ങനെയൊക്കെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അവിടെ എഴുതി കൊടുക്കുക. ഇനി പൂർത്തിയാക്കാം. ബിസ്മി പറഞ്ഞു തുടങ്ങുക നാം അല്ലേ? ആ പാട്ടോടെ ഇങ്ങനെ എന്ത് ചെയ്യണം? എഴുതി കൊടുക്കണം. ബാക്കി എന്ത് ചെയ്യണം? ഒരു ഒറ്റ വരി എഴുതിയാൽ മതി. അതിന് ബാക്കി മാത്രം എഴുതിയാൽ മതി, വേറെ ഒന്നും എഴുതണ്ട. ഇങ്ങനെ തന്നാൽ ആ ഒറ്റ വരി മാത്രം എഴുതിയാൽ മതി കേട്ടോ. ഫുള്ളായിട്ട് എഴുതാൻ നിൽക്കണ്ട. 2 ബിസ്മി കൊണ്ട് തുടങ്ങിയാൽ പിശാച്ച് അകന്നു പോകും. പിശാച്ച് അകന്നു പോകും. അല്ലെങ്കിൽ ഞാൻ അകന്നു എന്ന് കിട്ടുന്നില്ല, അപ്പോൾ പോകും എന്ന് എഴുതിക്കുക. പിശാച്ച് പോകും. അപ്പോഴും ശരിയായി അല്ലേ? നിങ്ങൾ മുഅ്മിനാവാതെ സ്വർഗത്തിൽ കടക്കുകയില്ല അല്ലേ? മുഅ്മിനായാലേ സ്വർഗത്തിൽ കടക്കാൻ പറ്റുള്ളൂ. സ്വർഗത്തിൽ കടക്കണമെങ്കിൽ എന്ത് വേണം? മുഅ്മിനാവണം. എങ്ങനെ ചോദ്യം വന്നാലും ഉത്തരം എഴുതാൻ നമുക്ക് കിട്ടണം. മാതാപിതാക്കൾക്ക് വേണ്ടി നാം ദുആ ചെയ്യണം, പ്രാർത്ഥിക്കണം അല്ലേ? പുസ്തകത്തിലുള്ള ദുആ ചെയ്യണം. നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് ആരാണ്? ഉപ്പയാണ്. ഉപ്പാന്ന് എഴുതി കൊടുത്താൽ മതി. നമ്മുടെ വസ്ത്രം മലക്കി തരുന്നത് ആരാണ്? ഉമ്മയാണ്. ഭക്ഷണം ഉണ്ടാക്കി തരുന്നത് ആരാണ്? ഉമ്മയാണ്. മിഠായി വാങ്ങിത്തരുന്നത് ആരാണ്? ഉപ്പയാണ് അല്ലേ? സാധാരണ ആരാ വാങ്ങിത്തരല്ലേ? ഉപ്പയാണ്. വസ്ത്രം ആരാ വാങ്ങിത്തരല്ലേ? അത് ഉപ്പയാണ്. സാധാരണ ആരാ വസ്ത്രം മലക്കി തരും? അപ്പം സാധാരണയുള്ള ചില കുട്ടികൾക്കുണ്ട്, ചിലപ്പോൾ എന്ത് ചെയ്യും? ഉമ്മ വാങ്ങി കൊടുക്കുന്നവരുണ്ടാവും അല്ലേ? അപ്പോൾ ഉത്തരം എഴുതുമ്പോൾ സാധാരണ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓരോന്ന് അല്ലേ? അപ്പോൾ അതെന്ത് ചെയ്യുക? ശരിക്ക് അവിടെ നോക്കിയിട്ട് എഴുതി കൊടുക്കണം. ഇനി നോക്കി ഉത്തരം എഴുതാനുള്ളതാണ്. നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോൾ പറയണം എന്ത്? നല്ല ഐഡിയ ഉള്ള കുട്ടികൾ വേഗം ചെയ്യും, ആരോടും പറയണ്ട. നല്ല ഐഡിയ ഉള്ള കുട്ടികൾ എന്ത് ചെയ്യും? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അക്ഷരം തെറ്റാതെ എഴുതും. അതെങ്ങനെ? നേരത്തെ ചോദ്യം കണ്ടില്ലേ? നേരത്തെ നമ്മളവിടെ ഒന്നാമത്തെ ചോദ്യത്തിൽ കണ്ടില്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്തൊരു എളുപ്പമുണ്ട് അല്ലേ? നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോൾ പറയണം എന്ത്? ബിസ്മി പറയണം, അല്ലെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല, ബിസ്മി ചൊല്ലണം, ബിസ്മി പറയണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ചോദ്യത്തിൽ എവിടെയെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് എടുത്ത് എഴുതിയാൽ മാർക്ക് കിട്ടും. നമ്മൾ എന്ത് ചെയ്യണം? ബിസ്മിയൊക്കെ ബിസ്മി അത് എഴുതി പഠിക്കണം. അറിയാത്ത കുട്ടികളൊക്കെ എന്ത് ചെയ്യണം? ഉത്തരങ്ങൾ എന്ത് ചെയ്യുക? പ്രത്യേകിച്ച് ബിസ്മിയൊക്കെ എങ്ങനെയായാലും ചോദ്യം വരും. അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടും എപ്പോൾ? മാതാപിതാക്കൾ നമ്മളെ ഇഷ്ടപ്പെട്ടാൽ. ചോദ്യം ഇങ്ങനെ വരും. മാതാപിതാക്കൾ നമ്മളെ ഇഷ്ടപ്പെട്ടാൽ ഡാഷ്. അപ്പം എന്ത് ചെയ്യും? അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടും. അപ്പൊ ഉത്തരം കിട്ടിയില്ലേ? പഠനത്തിൽ ശ്രദ്ധ കുറയും. എപ്പോഴാ പഠനത്തിൽ ശ്രദ്ധ കുറയാ? വൈകി ഉറങ്ങിയാൽ. വൈകി ഉറങ്ങിയാൽ. ഓരോന്ന് എഴുതി കൊടുക്കണം. ഇനി റിളർ റബ്ബി ഫീ റിളൽ വാലിദൈൻ. അർത്ഥം എന്താണ്? റബ്ബിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. അക്ഷരം തെറ്റാതെ എഴുതി പഠിക്കണം. ഇനി റബ്ബിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. അതിന്റെ അറബി എഴുതാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? റിളർ റബ്ബി ഫീ റിളൽ വാലിദൈൻ. ഓക്കെ അല്ലേ? ഇനി നാലാമത്തെ ചോദ്യം നോക്കി. പൂരിപ്പിക്കാം. ഇശാഇന് മുമ്പ് ഉറങ്ങുന്നതും ഇശാഇന് ശേഷം സംസാരിക്കുന്നതും ഡാഷ് ഇഷ്ടമായിരുന്നില്ല. ആർക്കാണ്?
നബിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടമായിരുന്നില്ല. ഓക്കെ അല്ലേ? ഇനി ഇത് കണ്ടില്ലേ, ഈ ചോദ്യം കണ്ടില്ലേ? നാം അതവുള്ള കുട്ടികളാണ് അല്ലേ? നമ്മളൊക്കെ നല്ല അച്ചടക്കമുള്ള അതവുള്ള നല്ല കുട്ടികളാണ്. അങ്ങനെയല്ലേ അള്ളാഹു തആല നമ്മൾ ആക്കി തെറ്റ്. അത് അതേപോലെ ആ ബോക്സിൽ കണ്ടില്ലേ, ആ പിന്നെ റൗണ്ടിലുള്ളതിൽ അത് ആ ബോക്സിലുള്ള എന്ത് ചെയ്യുക, താഴെ അതേപോലെ എഴുതി കൊടുക്കുക, നാം അതവുള്ള കുട്ടികളാണ്. ഇത് എഴുതുമ്പോഴും കുട്ടികൾ എന്ത് ചെയ്യും, ചില കുട്ടികളുണ്ട്, നമ്മളാരും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അക്ഷരങ്ങൾ നോക്കാതെ ഫത്തുഹും കസറൊന്നും നോക്കാതെ നാം അതവുള്ള കുട്ടി എന്നായ എഴുതിച്ച് കാണു പോകും. കുട്ടി എന്നുള്ളൂ, കുട്ടികളാണ്. അക്ഷരം വിടാതെ നല്ല വൃത്തിയിൽ എഴുതി പഠിക്കണം. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നല്ല ഉഷാറായിട്ട് പഠിക്കാനും അല്ലേ പരീക്ഷ എഴുതാനും അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. നല്ല മക്കളിൽ അള്ളാഹു തആല നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തട്ടെ ഇൻഷാ അല്ലാഹ്. പ്രത്യേകിച്ച് രക്ഷിതാക്കൾ ഇത് പ്രത്യേകമായി 2ാം ക്ലാസ് കുട്ടികളായതുകൊണ്ട് തന്നെ കുട്ടികൾക്കുള്ള അതല്ല, രക്ഷിതാക്കൾ എന്ത് ചെയ്യുക, ഇരുത്തിയിട്ട് ഓരോ ചോദ്യങ്ങൾ കണ്ട് അതിന് ഉത്തരം എന്താണെന്ന് ചോദിക്കുക. ചോദിച്ചിട്ട് മക്കളെ ഉമ്മാക്ക് അത് പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, അത് എഴുതിയിട്ട് എന്ത് ചെയ്യണം, അത് ശീലമാക്കണം. കാരണം നാളെ പരീക്ഷയ്ക്ക് ചോദ്യം വരുമ്പോൾ തന്നെ ഓർമ്മയിൽ ഇങ്ങനെ വരണം. ഏത് ചോദ്യം വന്നാലും നമുക്ക് എഴുതാൻ കിട്ടണം ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവർ, ഈ വീഡിയോ കണ്ടവരൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രത്യേകിച്ച് മുതിർന്ന ആളുകൾക്ക് പ്രായവ്യത്യാസമില്ലാതെ ഖുർആൻ പാരായണം പഠിക്കാൻ പറ്റിയ അവസരങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ചാനൽ പ്രത്യേകമായിട്ട് ഖുർആൻ്റെ ക്ലാസ്സാണ്. അപ്പോൾ എല്ലാവർക്കും പഠിക്കാൻ പറ്റും. താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യാം.